പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന നമ്മുടെ ജ്യോതിഷ പ്രോഗ്രാം. നിങ്ങളുടെ നാളെയിൽ നാളെ 1200 കന്നിമാസം 1-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ മാസം 17-ാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭമാകുന്നു. കന്നി 1 ഇന്ന് തിങ്കളാഴ്ച രാത്രി പ്രാദേശിക സമയം 7:45 കന്നിരവി സംക്രമം സംഭവിക്കുന്നത്. ഇനി സൂര്യൻ കന്നിയിലേക്ക് പ്രവേശിക്കുകയാണ് 30 ദിവസക്കാലം. കന്നി ധാരാളം സവിശേഷതകളുള്ള ഒരു മാസമാകുന്നു. പലപ്പോഴും ശുഭകാര്യങ്ങൾക്കും പ്രത്യേകിച്ച് വിവാഹത്തിനും നാം കന്നിമാസം സ്വീകരിക്കാറില്ല. കോൺമാസമാകയാൽ ഗൃഹപ്രവേശനത്തിനും സ്ഥാപത്യകർമ്മങ്ങൾക്കും കുറ്റിയിടുവാനും മംഗളകരങ്ങളായ മറ്റ് കർമ്മങ്ങൾക്കൊന്നും തന്നെ നാം കന്നിമാസത്തെ ആശ്രയിക്കാറില്ല. പിന്നെ അങ്ങോട്ടേക്ക് തുലാം മാസമാണ് നാം അതിനൊക്കെ വളരെ അനുകൂലമായി സ്വീകരിക്കാറുള്ളത്. കന്നിമാസത്തിലെ വിശേഷങ്ങൾ സവിസ്തരം അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഡോക്ടർ മാരാർജിയിൽ കാണാവുന്നതാണ്. നാളെ ഞാൻ സൂചിപ്പിച്ചു മംഗളവാരം ചൊവ്വാഴ്ച. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:18 അസ്തമയം വൈകിട്ട് 6:22 നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കെല്ലാം ഇന്ന് സുപരിചിതമാകുന്നു. 3 മണി മുതൽ 4:30 വരെയുള്ള വൈകിട്ടത്തെ സമയമാകുന്നു രാഹുകാലം. അതിനാൽ പ്രാദേശിക സമയപ്രകാരം 3:18 മുതൽ 4:48 വരെയുള്ള സമയമാണ് നാം രാഹുകാലമായി പരിഗണിക്കുക. നാളത്തെ തിഥി ചതുർദശി തിഥിയാകുന്നു. ഒരു ശുഭകാര്യങ്ങൾക്കും നാം ചതുർദശി തിഥി റിക്തയായ തിഥി ഉപയോഗിക്കാറില്ല. നാളെ വെളുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയാകുന്നു. തിഥി വെളുത്തതായാലും കറുത്തതായാലും ഏത് പക്ഷത്തിലേതായാലും 4 ചതുർത്ഥി, ചതുർദശി, 14, അതേ രീതിയിൽ നവമി, 9 ഈ തിഥികൾ നാം ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കാറില്ല. നാളെ 11:45 വരെ ചതുർദശി തിഥിയാകുന്നു. അതിനുശേഷം വെളുത്തപക്ഷത്തിലെ പൗർണമി തിഥി വരികയാണ്. നാളത്തെ നക്ഷത്രം ചതയം നക്ഷത്രമാകുന്നു. നാളെ വൈകിട്ട് 2:30 വരെ ചതയം നക്ഷത്രമാകുന്നു. അത് കഴിഞ്ഞാൽ നാം ഒരു ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാൻ പാടില്ലാത്ത പുരുരുട്ടാതി നക്ഷത്രവുമാകുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ എന്തെങ്കിലും അടിയന്തരമായ കർമ്മങ്ങൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും അനുകൂലമായ സമയം 11:45 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയുള്ള 45 മിനിറ്റ് സമയമാകുന്നു. നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ 45 മിനിറ്റുകൾക്കകം നിങ്ങൾക്ക് ആരംഭം കുറിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും ഒരു സുശോഭനമായ മംഗളവാരം ചൊവ്വാഴ്ച ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.